നമസ്കാരം. ദാമ്പത്യജീവിതത്തിലെ സ്വർണസൂത്രങ്ങൾ അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. ഒരു ബന്ധം വെറുതെ നിലനിന്നു പോവുക എന്നതിൽ ഉപരി എങ്ങനെ സന്തോഷത്തോടെയും ആഴത്തിലും ഒരുമിച്ച് വളരാം, ഇതിന് നമുക്ക് വഴികാട്ടിയാകുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ അമൂല്യമായ ഒരു പുസ്തകമാണ്. അതെ, ദാമ്പത്യജീവൻ കെ സ്വർണ്യം സൂത്ര. ഈ പുസ്തകം നമുക്ക് തരുന്നത് വെറും കുറച്ച് ഉപദേശങ്ങളല്ല, മറിച്ച് ഒരുമിച്ച് മനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു പ്രായോഗിക വഴികാട്ടിയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് പലരും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ കുറച്ചു കഴിയുമ്പോഴേക്കും ചില ബന്ധങ്ങൾ മാത്രം പൂത്തുളഞ്ഞു നിൽക്കും, മറ്റു ചിലത് വാടിപ്പോകും. എന്തായിരിക്കും ഇതിന് പിന്നിലെ രഹസ്യം? നമുക്ക് തുടക്കം മുതലേ ഒന്ന് നോക്കാം. ഓരോ വിവാഹവും തുടങ്ങുന്നത് വലിയൊരു പ്രതീക്ഷയുടെ വിത്തുപോലെയാണല്ലേ, പ്രത്യേകിച്ച് ആ ആദ്യ നാളുകൾ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടുന്ന ഒരു വിരുന്നുപോലെ തോന്നും. എങ്ങനെയെങ്കിലും പരസ്പരം അറിയണം, മനസ്സിലാക്കണം എന്നൊക്കെയുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹത്തിന്റെ സമയമാണിത്. ഈ ഒരു തുടക്കത്തിലെ തീവ്രതയൊക്കെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ യഥാർത്ഥ ബന്ധത്തിന്റെ ശക്തി വരുന്നത് സംയമനത്തിൽ നിന്നാണ്. ഒരു കുടത്തിലെ വെള്ളം മുഴുവൻ ഒറ്റയടിക്ക് ഒരു ചെടിയുടെ ചുവട്ടിലൊഴിച്ചാൽ ആ വെള്ളം മുഴുവൻ പാഴായിപ്പോകും. അതുപോലെയാണ് ബന്ധങ്ങളിലും ഒരു സംയമനം ആവശ്യമാണ്. ആദ്യത്തെ ആവേശമൊക്കെ ഒന്ന് കഴിയുമ്പോൾ, ജീവിതത്തിലേക്ക് കുട്ടികളൊക്കെ വരുമ്പോൾ, ബന്ധത്തിന്റെ സ്വഭാവവും പതിയെ മാറണം. അവിടെയാണ് വെറുമൊരു ശാരീരിക ആകർഷണത്തിനപ്പുറം ആഴത്തിലുള്ളൊരു മാനസിക ബന്ധം കെട്ടിപ്പടുക്കേണ്ടതിന്റെ പ്രാധാന്യം വരുന്നത്. ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുണ്ടാകും, ജോലിയും കുടുംബവും ഒക്കെയായിട്ട്. പക്ഷേ നിങ്ങൾ രണ്ടുപേർക്കും മാത്രമായി കുറച്ചു സമയം, അതെത്ര പ്രധാനപ്പെട്ടതാണെന്നോ. അതൊരു തരം മാനസികമായ വിശപ്പ. അത് നമ്മൾ തീർത്തു കൊടുക്കണം, ഒരു ദിവസം കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും. ഈ ഒരു താരതമ്യം നോക്കൂ, ഇതിലെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ശാരീരികമായ അഭിനിവേശം ഒരുപക്ഷേ കാലം കഴിയുമ്പോൾ കുറഞ്ഞേക്കാം. പക്ഷെ ഒരു മാനസിക ബന്ധം, അതായത് നല്ല രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ളതുപോലത്തെ ഒരു ബന്ധമുണ്ടല്ലോ, അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. അത് തന്നെയാണ് ഒരു ബന്ധത്തെ യഥാർത്ഥത്തിൽ നിലനിർത്തുന്നതും. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, പങ്കാളി എന്ന റോളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിനപ്പുറത്തേക്ക് വളരുക എന്നതാണ്. ഒരു രക്ഷിതാവിന്റെ കരുതൽ, ഒരു സഹോദരന്റെ വിശ്വാസം, ഒരു സുഹൃത്തിന്റെ പിന്തുണ, ഇതെല്ലാം പരസ്പരം നൽകാൻ കഴിയണം. അപ്പോഴാണ് സ്നേഹം ശരിക്കും പവിത്രമാകുന്നത്. പക്ഷേ ഏത് ബന്ധത്തിലായാലും എപ്പോഴും സന്തോഷം മാത്രമായിരിക്കില്ലല്ലോ. അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും ഒക്കെയുണ്ടാകും. തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ അതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നതിലാണ് കാര്യം. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി, തെറ്റുകൾ പറ്റുന്നത് മനുഷ്യസഹജമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും താൻ പറയുന്നത് മാത്രം ശരിയെന്ന് വാശി പിടിക്കാതിരിക്കുക. മറുപടി പറയാൻ വേണ്ടി കേൾക്കാതെ എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുക. പങ്കാളിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അതിന്റെ കാരണം അന്വേഷിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം, നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ സൂക്ഷിക്കുക. അതുകൊണ്ട് ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്: പങ്കാളിയെ പൂർണ്ണമായി സ്നേഹിക്കുക. അവരുടെ ഗുണങ്ങളെ മാത്രമല്ല, കുറവുകളെയും ചേർത്ത് പിടിക്കുക. പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനു പകരം ഒരുമിച്ച് വളരാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്കിടയിൽ തകർക്കാൻ പറ്റാത്ത ഒരു ഐക്യമുണ്ടാക്കും. പ്രശ്നങ്ങളെ അതിജീവിക്കുന്നത് മാത്രം പോരല്ലോ അല്ലേ? ഒരു ചെടിക്ക് വളരാൻ സൂര്യപ്രകാശം വേണ്ടതുപോലെ ഒരു ബന്ധം തഴച്ചു വളരാനും നിരന്തരമായ പരിപോഷണം ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഭിനന്ദനത്തിന്റെ ശക്തി. പ്രശംസയെ ഒരു മാന്ത്രിക ശക്തിയായിട്ട് തന്നെ കാണണം. അത് കൊടുക്കുന്നതും ഒരു കലയാണ്, കിട്ടുന്നതും ഒരു കലയാണ്. പ്രശംസിക്കുമ്പോൾ ആ വ്യക്തിയേക്കാൾ അവരുടെ പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുക. ഇത് അഹങ്കാരമില്ലാതെ ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കും. ഇത് രണ്ടുപേർക്കും ഒരുപോലെ ബാധകമാണ്. നന്നായി ചെയ്ത ഒരു കാര്യത്തിനോ സ്നേഹത്തോടെ പറഞ്ഞ ഒരു വാക്കിനോ നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥമായ അഭിനന്ദനം, അത് പരസ്പരം ഹൃദയത്തിൽ നമുക്കൊരു സ്ഥിരം വീട് തന്നെ പണിതു തരും. ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിശയം തോന്നാം. ചില സമയങ്ങളിൽ ചെറിയൊരു അകലം, അതായത് ഒരു ചെറിയ വേർപിരിയൽ, ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കും. കാരണം നമ്മൾ അറിയാതെ പോകുന്ന പല ചെറിയ കാര്യങ്ങളുടെയും വില നമുക്ക് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ഈ വിഷയത്തിലെ ഏറ്റവും അവസാനത്തെ പക്ഷെ ഏറ്റവും നിർണായകമായൊരു കാര്യത്തിലേക്ക് കടക്കാം. ഒരു മരത്തിന് അതിന്റെ വേരുകൾ എത്രത്തോളം ആഴത്തിലുണ്ടോ അത്രത്തോളം ഉയരത്തിൽ മാത്രമേ അതിന് വളരാൻ പറ്റൂ. അതുപോലെയാണ് ദാമ്പത്യവും. വിശ്വാസം, അതാണ് ആ മണ്ണ്.
വിവാഹമെന്ന മരം വളരുന്നത് വിശ്വാസമെന്ന ഫലഭൂയിഷ്ഠമായ മണ്ണിലാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് സംശയിക്കുന്നതിന് പകരം എന്തു പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം തുറന്ന് സംസാരിക്കുക. സംശയങ്ങൾ ഒരു ബന്ധത്തെ നശിപ്പിക്കും, പക്ഷെ തുറന്ന സംഭാഷണങ്ങൾ അതിനെ കൂടുതൽ ശക്തമാക്കും. അസൂയയെ ഇവിടെ ഉപമിക്കുന്നത് മണ്ണിനടിയിലുള്ള ഒരു പാറയോടാണ്. ആ പാറയുണ്ടെങ്കിൽ വേരുകൾക്ക് താഴേക്ക് വളരാൻ കഴിയില്ല, മരം മുരടിച്ചുപോകും. ആ പാറയെ നീക്കം ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു ഉപകരണം വിശ്വാസം മാത്രമാണ്. അത് വേരുകളെ ആഴത്തിലും ശക്തമായും വളരാൻ സഹായിക്കും. അപ്പോൾ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരു നല്ല ദാമ്പത്യത്തിന്റെ വിജയമെന്ന് പറയുന്നത് ആ രണ്ട് വ്യക്തികളുടെ മാത്രം സന്തോഷമല്ല. തഴച്ചു വളരുന്ന ഒരു ദാമ്പത്യം ഒരു വിളക്കുപോലെയാണ്. അത് സ്വന്തം വീട്ടിന് വെളിച്ചം കൊടുക്കുന്നതിനോടൊപ്പം ഈ ലോകത്തിന് മുഴുവൻ അതിന്റെ സുഗന്ധവും പ്രകാശവും നൽകുന്നു. അതുകൊണ്ട് ഇതൊരു ആഗ്രഹം മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ്.